ഹൈടെക് കള്ളന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതുപോലെ കാസർഗോഡ് ഗൂഗിൾ മാപ്പ് നോക്കി കവർച്ചാ പരമ്പരയ്ക്ക് ഇറങ്ങുന്ന ഒരു കള്ളനുണ്ട്. കണ്ണൂർ ചൊക്ലി സ്വദേശി സനീഷ് ജോർജാണ് ആ വിരുദ്ധൻ. ഇയാളുടെ കവർച്ചാ രീതിയും വ്യത്യസ്തമാണ്. മോഷ്ടിക്കാൻ വീടുകളിൽ കയറില്ല, കോടതികളിൽ സൂക്ഷിക്കുന്ന തൊണ്ടി മുതലാണ് പ്രതി കൂടുതലായും ഉന്നം വയ്ക്കുന്നത്. ഇങ്ങനെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് സനീഷിനെ കാസർഗോഡ് പോലീസ് പിടികൂടി. നേരത്തെ കോടതിയിൽ നടത്തിയ മോഷണത്തിൽ 4 പവനോളം സ്വർണം ലഭിച്ചിരുന്നു. ഇതിനു ശേഷമാണ് പ്രതി കോടതി കേന്ദ്രീകരിച്ച് കവർച്ച പതിവാക്കിയത്. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് കവർച്ച നടത്തേണ്ട സ്ഥലവും സ്ഥാപനങ്ങളും ഇത്തരത്തിൽ തിരഞ്ഞെടുക്കും. കോടതികൾ കേന്ദ്രീകരിച്ചാണ് കവർച്ചകളിൽ ഏറെയും. കാസർഗോഡ്, വയനാട്, കോഴിക്കോട് കോടതികളിലും നീലേശ്വരത്തെ മദ്യശാലയിലും ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 15ലേറെ കവർച്ചകളാണ് ഇയാൾ നടത്തിയത്. കണ്ണൂർ ചൊക്ലി പടന്നക്കര സ്വദേശിയായ സനീഷ് ജോർജ് എന്ന സനലിനെ അങ്കമാലിയിൽ വെച്ചാണ് കാസർഗോഡ് പോലീസ് പിടികൂടിയത്. മറ്റൊരു കവർച്ച ആസൂത്രണം ചെയ്യുന്നതിനിടെയാണ് ഇയാൾ അറസ്റ്റിലായത്. 18ാം വയസ്സിൽ അടക്കം മോഷ്ടിച്ചാണ് തുടക്കം. പിന്നീട് പിതാവുമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് വീട് വിട്ടിറങ്ങി. കടത്തിണ്ണകളിൽ അന്തിയുറങ്ങി. സിനിമ കാണലായിരുന്നു പ്രധാന ഹോബി. നേരത്തെ കോടതിയിൽ നടത്തിയ മോഷണത്തിനിടെ തൊണ്ടി മുതലായി സൂക്ഷിച്ച 4.5 പവനോളം സ്വർണം ലഭിച്ചു. പിന്നീട് കോടതി കേന്ദ്രീകരിച്ചായിരുന്നു മോഷണങ്ങളിൽ ഏറെയും. കഴിഞ്ഞ ദിവസം കാസർഗോഡ് കോടതിയിൽ കവർച്ചക്കായി എത്തിയപ്പോൾ ലഭിച്ച പ്രതിയുടെ CCTV ദൃശ്യമാണ് കേസിൽ തുമ്പായത്. അന്നേ ദിവസം ജില്ലയിൽ 3 ഇയാൾ കവർച്ച നടത്തിയത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇത് ഒരു ദിവസം തന്നെ 3 മോഷണങ്ങൾ നടന്നു. അതിന്റെ ഒരു ഗ്രാവിറ്റി കൂടുതലായതുകൊണ്ട് ഒരു സ്പെഷ്യൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കാസർഗോഡ് DYSPയുടെ നേതൃത്വത്തിൽ വിദ്യാനഗർ SHO പിന്നെ കുറേയധികം പോലീസ് ഓഫീസറിനെ ചേർത്തൊരു ടീമുണ്ടാക്കി. ആ ടീം ഇതുപോലെ സമാനമായ കുറ്റകൃത്യങ്ങൾ നടത്തിയ ആൾക്കാരെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുകയും മറ്റ് സ്ഥലങ്ങളിൽ നടന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തു. തുടർന്ന് ഒരു CCTV വിഷ്വൽസ് കിട്ടി. അതിൻ്റെ പിന്നാലെ നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞു. വിദ്യാനഗറിലെ മരമില്ല് കുത്തി തുറന്ന് 2 ലക്ഷത്തോളം രൂപ കവർച്ച ചെയ്തതും സനീഷ് ജോർജാണ്. 1 മാസം മുൻപ് ഹോസ്ദുർഗ് കോടതിയിൽ കവർച്ചാശ്രമവും ഉണ്ടായി. 2 ആഴ്ച മുൻപ് നീലേശ്വരത്തെ മദ്യശാല കുത്തി തുറന്ന് കവർച്ച നടത്തിയതും സനീഷ് ജോർജ് എന്ന് പോലീസ് പറഞ്ഞു. പഴയങ്ങാടി ബീവറേജ്, ധർമ്മടത്തെ സ്കൂളിലും പോസ്റ്റ് ഓഫീസിലും പ്രതി കവർച്ചകൾ നടത്തി. നാദാപുരം കോടതി, പോസ്റ്റ് ഓഫീസ്, വെള്ളമുണ്ട സ്കൂളിലും, വയനാട് സുൽത്താൻ ബത്തേരി കോടതി, പാലക്കാട് കസബ പോസ്റ്റ് ഓഫീസുകൾ, കൊയിലാണ്ടി പോസ്റ്റ് ഓഫീസ്, കാസർഗോഡ് സ്കൂളുകളിലും ഉൾപ്പെടെ സനൽ ജോർജ് കവർച്ച നടത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്.